കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏവർക്കും പ്രഭാത വന്ദനങ്ങൾ. തുടർമാനമായി നാം ചിന്തിക്കുന്നത് നീതീകരണം എന്നുള്ള ഒരു പ്രതിനിമ വിഷയമാണ്. ബൈബിളിലെ ഏറ്റവും അതിപ്രധാനമായ വിഷയങ്ങളിൽ ഒന്നാണ് വിശ്വാസത്തിലുള്ള നീതീകരണം. റോമാലേഖനത്തിന്റെ ഏറ്റവും ശക്തമായ പ്രമേയങ്ങളിൽ ഒന്ന് ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത് അല്ലെങ്കിൽ വിശ്വാസത്തിലുള്ള നീതീകരണം എന്നുള്ളതാണ്. വീണ്ടും ജനനം പ്രാപിച്ച ഏത് വിശ്വാസിയും ക്രിസ്തീയതയുടെ അടിസ്ഥാന പ്രമാണമായ അല്ലെങ്കിൽ പ്രാഥമികമായ ഒരു പഠനശാഖയാണ് ദൈവനീതി. നാം അത് അറിയണം, പഠിക്കണം, വളരെ വ്യക്തമായി മനസ്സിലാക്കണം. ഇന്ന് നാം കണ്ടുവരുന്ന പ്രവണത പഠനത്തോടും ഉപദേശത്തോടും അച്ചടക്കത്തോടും ക്രിസ്ത്യൻ ലൈഫിന്റെ ധാർമ്മികതയോടും പൊതുവെ ജനത്തിന് താല്പര്യം ഇല്ല. എന്നാൽ 1-ാം നൂറ്റാണ്ട് മുതൽ അപ്പോസ്തലന്മാർ നൽകിയ ഏറ്റവും ശക്തമായ പ്രബോധനങ്ങളിൽ അപ്പോസ്തോലിക ഉപദേശം ഉണ്ടായിരുന്നു, അപ്പോസ്തോലിക നിർണയങ്ങൾ ഉണ്ടായിരുന്നു, അപ്പോസ്തോലികമായ കീഴ്വഴക്കങ്ങൾ, അപ്പോസ്തോലിക് കൺവിക്ഷൻസ് ഓരോ വിഷയത്തിലും ഉണ്ടായിരുന്നു. ഇന്ന് പക്ഷെ അത് പറയാൻ അപ്രകാരമുള്ളവർ വളരെ കുറവാണ്. ദൈവവചനത്തിന്റെ പഠനം നമ്മെ കൂടുതൽ ആഴമുള്ള വിശ്വാസ ജീവിതത്തിന് ഉടമകളാക്കി തീർക്കും. ഇന്നൊരു ചെറിയ ചിന്ത: നീതീകരിക്കപ്പെട്ട ഒരു പാപി വിശുദ്ധീകരിക്കപ്പെട്ടാൽ അവനുണ്ടാകുന്ന മാറ്റം ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നമുക്കവിടെ കാണാം. വീട് വിട്ടുപോയ ഇളയ മകൻ. യഥാർത്ഥത്തിൽ പൊതുവെ ക്രൈസ്തവ ലോകം പ്രോഡിഗൽ സൺ, മുടിയൻ പുത്രൻ. പക്ഷേ എനിക്ക് പറയാനുള്ളത്, മടങ്ങി വരുന്ന ഇളയ മകൻ രക്ഷിക്കപ്പെട്ട ഒരു പാപിക്ക് തുല്യനാണ്. ആ ഉപമ നാം പഠിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു വലിയ പിന്മാറ്റത്തിന്റെയും തകർച്ചയുടെയും ചരിത്രമാണ് പ്രാരംഭവാക്യങ്ങളിൽ കാണുന്നെങ്കിലും പിന്നത്തേതിൽ അത് മാനസാന്തരത്തിന്റെയും മടങ്ങിവരവിന്റെയും യഥാസ്ഥാപനത്തിന്റെയും ഒരു യഥാർത്ഥ ചിത്രം നമുക്ക് നൽകുന്നു. പിതാവിന്റെ വാത്സല്യ ഭാജനമായിരുന്ന ഇളയ മകൻ സ്വാർത്ഥ തൽപരനായി വസ്തുവിന്റെ അവകാശം ചോദിച്ചു വാങ്ങി വീട് വിട്ട് വിദേശത്തേക്ക് തന്റെ സ്വന്തം ഇഷ്ടപ്രകാരം പരദേശിയായി പോകുവാൻ താല്പര്യപ്പെട്ട് കുടുംബാംഗങ്ങളെ ഉപേക്ഷിച്ച് പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണുവാൻ കഴിയും. സ്വന്തമല്ലാത്ത ദേശത്ത് തന്റെ ഇഷ്ടപ്രകാരം ജീവിച്ച് സർവവും നശിപ്പിച്ച് സകലരാലും പരിത്യജിക്കപ്പെട്ട് നിന്ദിതനായി ഏറ്റവും നാണംകെട്ട പണിക്ക് സ്വയം ഏൽപ്പിച്ചു കൊടുത്ത് ദുരിതവും ദാരിദ്ര്യവും അനുഭവിച്ച് നാശകരമായ കുഴിയിലും കൊടിയ ചേറ്റിലും ആയിപ്പോയ അവസ്ഥയാണ് തന്റെ പിന്മാറ്റ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്നാൽ അതിന്റെ അവസാന ഭാഗം ഈ വ്യക്തി തന്റെ പതനത്തിൽ നിന്ന് കരകയറി ഉറപ്പുള്ള പാറമേൽ അടിസ്ഥാനമിട്ട് ഉറച്ചു നിൽക്കുന്ന മറ്റൊരു ഭാഗം കൂടെ ഈ ഉപമയിൽ നമുക്ക് ദർശിക്കുവാൻ കഴിയും. സ്വന്തം സ്ഥിതിയെപ്പറ്റി സുബോധമുണ്ടായി തെറ്റുകളെ കുറിച്ച് അനുദപിച്ച് അവയെ തിരുത്തുവാൻ തീരുമാനമെടുത്ത് സ്വന്തം ഭവനത്തിലേക്ക് മടങ്ങിച്ചെന്ന് പിതാവുമായി അനുരഞ്ജനപ്പെട്ട് ദാസ്യത്തിന് പകരം പുത്രത്വം പ്രാപിച്ച് രക്ഷയുടെ സന്തോഷം അനുഭവിച്ചു എന്നതാണ് ആ പ്രധാനപ്പെട്ട സത്യം. ഇതോടുള്ള ബന്ധത്തിൽ ഒരു ബൈബിൾ കമന്ററിയിൽ ഇപ്രകാരം ഇംഗ്ലീഷ് അക്ഷരമാലയില് S എന്നും R എന്നും ഉള്ള 2 അക്ഷരത്തിൽ താൻ ദൈവകൃപ അല്ലെങ്കിൽ പിതാവിനെ വിട്ടുപോയ അനുഭവങ്ങളിൽ തനിക്ക് സംഭവിച്ച പരാജയത്തിന്റെ അല്ലെങ്കിൽ അധപ്പതനത്തിന്റെ 7 പടികളും തിരിച്ച് പിതാവിന്റെ ഭവനത്തിലേക്ക് വന്ന് ദൈവകൃപയും സ്നേഹവും വാത്സല്യവും കരുണയും അനുഭവിക്കുന്ന 7 പടികളും അതിൽ കാണിച്ചിരിക്കുന്നു. എന്താണ് S സൂചിപ്പിക്കുന്നത്? സെൽഫിഷ്നെസ്, സ്വാർത്ഥത, സെൽഫ് വിൽ, തന്നിഷ്ടം, സെപ്പറേഷൻ, വേർപിരിയൽ, സെൻഷ്വാലിറ്റി, ഫോഗേച്ച, സ്പിരിച്വൽ ഡെസ്റ്റിറ്റ്യൂഷൻ, ആത്മീയ പാപ്പരത്വം, സെൽഫ് അബാസ്മെന്റ്, അപമാനത്തിന് വേണ്ടി സ്വയം ഏൽപ്പിച്ചു കൊടുക്കൽ, സ്റ്റാർവേഷൻ, പട്ടിണി. ഇവയാണ് തകർച്ചയുടെ, തിന്മയുടെ, തോൽവിയുടെ, പിന്മാറ്റത്തിന്റെ അല്ലെങ്കിൽ ജീവിത പരാജയം കൊണ്ട് 7 പടികൾ. എന്നാൽ മടങ്ങിവരവിന്റെ, യഥാസ്ഥാപനത്തിന്റെ, മാനസാന്തരത്തിന്റെ, ഏറ്റുപറച്ചിലിന്റെ, കൂട്ടായ്മയുടെ 7 പടികൾ R എന്നുള്ള അക്ഷരത്തിൽ നമുക്കിവിടെ കാണാൻ കഴിയും. അതെന്തൊക്കെയാണ് നമുക്ക് പരിശോധിക്കാം. 1, റിയലൈസേഷൻ, യാഥാർത്ഥ്യബോധം, റിപ്പന്റൻസ്, പശ്ചാത്താപം അല്ലെങ്കിൽ മാനസാന്തരം, റെസൊല്യൂഷൻ, തീരുമാനം, റിട്ടേൺ, മടങ്ങിവരവ്, റിക്കൺസിലേഷൻ, അനുരഞ്ജനം, റീക്ലോത്തിങ്, വസ്ത്രധാരണം, റിജോയ്സിംഗ്, ആഹ്ലാദം എന്നീ 7 പടികൾ. എന്തിനുവേണ്ടി ഇത് പറയുന്നു? നാം പഠിക്കുന്ന റോമാലേഖനം 5-ാം അധ്യായമാണ്. 1, 2, 3 അധ്യായങ്ങൾ കഴിയുമ്പോൾ എന്നേക്കുമായി പാപത്തിൽ വീണ് പാപത്തിന് ശിക്ഷാവിധിക്ക് യോഗ്യരായി തീർന്ന മരണത്തിന് വേണ്ടി വിധിക്കപ്പെട്ടവരായി ന്യായവിധിക്ക് അർഹരായി മാത്രമുള്ള മാനവജാതി, അതിൽ യഹൂദനെന്നോ യവനെന്നോ ജാതിയെന്നോ പുറം ജാതിയെന്നോ വ്യത്യാസമില്ല. എല്ലാവരും ഒരുപോലെ പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. എന്നാൽ ദൈവത്തിന് കൃപാവരമോ നിത്യജീവനെ, പാപത്തെ നീക്കുവാൻ, മരണം മാറ്റുവാൻ, ശാപത്തെ തകർക്കുവാൻ, ബന്ധനങ്ങളെ അഴിക്കുവാൻ പര്യാപ്തമായി തീർന്ന ഒരു നീതീകരണ വിധി എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ഉണ്ടായി. അതെന്താണ് പ്രിയമുള്ളവരെ? ഇനി എന്റെ പാപത്തിന് ഞാൻ ഭരിക്കേണ്ട എനിക്കൊരു പകരക്കാരൻ ലഭിച്ചിരിക്കുന്നു. ക്രിസ്തുവിന്റെ പ്രായശ്ചിത്തമായി മാറി. ഇവിടെയാണ് ഈ വീട് വിട്ടുപോയ ഇളയ മകൻ താൻ കൃപയിലേക്കും ദൈവസാന്നിധ്യത്തിലേക്കും കൂട്ടായ്മയിലേക്കും പിതാവിനുള്ള ബന്ധത്തിലേക്കും ഉള്ള മടങ്ങി വരവ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇന്ന് പലകാലവും നിശ്ചയമായും ഈ വചനദൂതുകൾ നിങ്ങളുടെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കും. ക്രിസ്തുവേശു വളരുവാനുള്ള ആത്മീയ ചിന്തകൾ നിങ്ങൾക്ക് ധാരാളമായി ഉണ്ടാകും. ദൈവസ്ഥലം നിലനിൽക്കാനുള്ള വലിയൊരു വാഞ്ച പരിശുദ്ധാത്മ നിങ്ങളുടെ ഉള്ളങ്ങളിൽ പകരും. ദൈവനീതി അത് യാഥാർത്ഥ്യമാണ്, സൗജന്യമാണ്. അതിൽ കൂടി വെളിപ്പെട്ട് വരുന്നത് ദൈവസ്നേഹമാണ്. നമുക്ക് കർത്താവിൽ കൂടുതൽ വിശ്വസിക്കാം. സ്വയനീതിയെയും കുറ്റബോധത്തെയും ദുർമനസാക്ഷിയെയും നമുക്ക് എന്തെന്നേക്കുമായി ഉപേക്ഷിക്കുകയും വിടപറയുകയും ചെയ്യാം.
വീട്ടിലേക്ക് മടങ്ങി വരുന്ന പുത്രന് ഇപ്പോൾ ഒരു അവകാശവാദവുമില്ല. വീട് വിട്ടു പോകുന്നതിന് മുമ്പ് താൻ ചോദിച്ചത് എനിക്ക് തരണമേ എന്നാണ്. തരണം ആവശ്യപ്പെടുകയാണ്. പക്ഷെ തിരിച്ചു വരുന്ന മകൻ പറയുന്നത് ഇനിയും തരണമേ എന്നല്ല, ആക്കേണമേ. ഇതാണ് വ്യത്യാസം.